सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। धोभिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां ददाना हस्तेनैकेन पद्मं सिधमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखा वन्दे वाल्मीकिकोकिलम्। वाल्मीकिर्मुनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादं को न याति परां गतिं यः पिबन् सततं रामचरितामृतसागरम्। अतृप्तस्तं मुनिं वन्दे प्राचेतसमकल्मषम् गोष्पदीकृतवारीशं मशकीकृतराक्षसं रामायणमहामाला रत्नं वन्दे अनिलात्मजम्। अञ्जनानन्दनं वीरं जानकीशोकनाशनं कपीशम् अक्षहन्तारं वन्दे लङ्काभयङ्करम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतं नमत राक्षसान्तकम्। हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे। जानकीकान्तस्मरणं जय जय राम राम। വാൽമീകി രാമായണം പ്രഥമസർഗം നമ്മൾ ശ്ലോകം പ്രതി ശ്ലോകം അർത്ഥം വിചാരം ചെയ്തു പോയി. പ്രഥമസർഗം അതിൽ നാരദ മഹർഷി വാൽമീകിക്ക് രാമകഥ ചുരുക്കത്തിൽ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം ഉള്ളിലെ സന്ദേഹത്തെ ഇല്ലാതാക്കി മനസ്സിനെ പ്രസന്നമാക്കി പ്രശാന്തമാക്കി വച്ചു. രാമകഥാശ്രവണം ഒരു ജീവന് പരിപൂർണമായിട്ടുള്ള സന്ദേഹ നിവർത്തിയെ തരണു. അതിന് ഉദാഹരണമാണ് ഇവിടെ വാൽമീകിക്ക് സംഭവിച്ചത്. എപ്പോഴാണോ വളരെയധികം താപം കൊണ്ട് ഒരു ശിഷ്യൻ തപിക്കണത്, ചുട്ടുപൊള്ളണത്, അപ്പോ ഈശ്വരൻ ഗുരുരൂപത്തിൽ ഒരു മഴയായിട്ട് പൊഴിയും അത്രേ. നിന്നരി എരുത്തനെ നീരാക്കിടും മുൻ
നിൻ അരുൾ മഴൈ പൊഴി അരുണാചല. നിൻ അരുൾ, ഈശ്വരന്റെ അനുഗ്രഹം എന്താന്ന് വെച്ചാൽ സദ്ഗുരു. ഈശ്വരന്റെ ഗ്രേസ് എന്താന്ന് വെച്ചാൽ സദ്ഗുരുവിന്റെ ആവിർഭവനമാണ്. എന്തിനാ സദ്ഗുരു വരണത്? നമ്മുടെ ഉള്ളിലെ സന്ദേഹത്തെ ഇല്ലാതാക്കാൻ. അതെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സന്ദേഹമില്ലാതാവോ? എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്തുകൊണ്ട് സന്ദേഹമില്ലാതാവോ? ഇല്ല. ആ എക്സ്പ്രസ് ചെയ്യണ പൊരുളിനെ നമ്മൾ ഉള്ളിൽ അനുഭവിച്ചറിയാതെ സന്ദേഹത്തിന് നിവർത്തിയില്ല, അല്ലേ? പക്ഷേ ഈ രാമകഥ എന്ത് ചെയ്യണം? ഒരു കഥ നമ്മുടെ ഉള്ളിലെ മനസ്സിനെ നിർമ്മലമാക്കി വെക്കണമെങ്കിൽ ആ രാമകഥയ്ക്കുള്ളിൽ അതിൻ്റെ തത്വം ഒളിഞ്ഞിരിക്കണം. നമ്മളെ നിർമ്മലമാക്കാനുള്ളതും ആത്മനിഷ്ഠനാക്കാനുള്ളതും ധ്യാനനിരതനാക്കാനുമുള്ളതുമായിട്ടുള്ള തത്വം ഈ രാമകഥയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് അത് കേട്ടത്, അത് ശ്രവണം ചെയ്തത്, ആ മഹാമുനിയിൽ നിന്നും ശ്രവണം ചെയ്ത മാത്രയിൽ തന്നെ വാൽമീകി മഹർഷിയുടെ ചിത്തം കുളിര്, ആ ചിത്തം, ആ മനസ്സ് നല്ലവണ്ണം കുളിര്, ഒരു കൂളാവുന്നു. ആ താപം അങ്ങോട്ട് ഇല്ലാതായി മാറുന്നു. ശിഷ്യവിത്ത് താപഹാരി. ശിഷ്യന്റെ ആ വിദ്യയ്ക്ക് ഉള്ള താപം ഉണ്ടല്ലോ, ആ താപത്തെ ഹരിക്കണവൻ, ഹാരി, ഇല്ലാതാക്കണവൻ, അവനാണ് വാസ്തവത്തിൽ ഗുരു. ആ ഗുരു രൂപത്തിൽ നാരദൻ ഈ രാമകഥയെ ഉപദേശിച്ചു. അത് നമ്മൾ വിശാലമായിട്ട് കണ്ടു. ആ രാമകഥ ഉപദേശിച്ചതിന് ശേഷം വളരെയധികം സന്തുഷ്ടനായ വാൽമീകി നാരദ മഹർഷിയെ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പൂജ ചെയ്തു. എന്താ പൂജ ചെയ്തു എന്ന് പറഞ്ഞാൽ സത്കരിച്ചു എന്നർത്ഥം. വേണ്ട വിധത്തിലുള്ള സത്കാരവും ആതിഥ്യ മര്യാദയും ഒക്കെ കാണിച്ചു, ഗുരുപൂജയൊക്കെ ചെയ്തു. നാരദസ്യ തു തദ്വാക്യം ശ്രുത്വാ വാക്യവിശാരദഃ പൂജയാമാസ ധർമാത്മാ സഹ ശിഷ്യോ മഹാമുനിം. ആ മഹാമുനിയെ പൂജ ചെയ്തു, അർഘ്യപാദ്യാദികളോടൊക്കെ സത്കരിച്ചു. ആ പൂജയെല്ലാം ഏറ്റുവാങ്ങിയ മഹാമുനി ഒരു അനുവാദം ചോദിക്കുകയാണ് വാൽമീകി മഹർഷിയുടെ അടുത്ത്. എനിക്ക് ദേവലോകത്തിലേക്ക് പോകാൻ ടൈമായിരിക്കണു, സ്വർഗലോകത്തേക്ക് പോകാൻ ടൈമായിരിക്കണു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ്. യഥാവത് പൂജിതസ്തേന ദേവർഷ്യേർനാരദസ്തതാ ആപൃച്ഛ്യേവാഭ്യനുജ്ഞാതഃ സജഗാമ വിഹായസം. സജഗാമ വിഹായസം, അങ്ങനെ അങ്ങോട്ട് മറഞ്ഞുപോയി. ആ മറഞ്ഞു പോയതിനു ശേഷം വാൽമീകി തൻ്റെ ശിഷ്യനുമോടൊത്ത് തമസാ നദീ തീരത്തിൽ, ഗംഗയ്ക്ക് വിദൂരമല്ലാത്ത തമസാ നദീ തീരത്തിലേക്ക് നടന്നു പോവുകയാണ്. തൻ്റെ മാധ്യാനക സന്ധ്യാവന്ദന കാലത്തിൽ അനുഷ്ഠാനം ചെയ്യാൻ വേണ്ടിയിട്ട്. സമുഹൂർത്തം ഗതേ തസ്മിൻ ദേവലോകം മുനിസ്തതാ ജഗാമ തമസാ തീരം ജാനവ്യാസ്ത്വവിദൂരതഃ. ആ മുഹൂർത്തത്തിൽ ആ നാരദ മഹർഷി വിടവാങ്ങിയതിന് ശേഷം തൻ്റെ ശിഷ്യനോടൊത്ത് ജാനവി തീരം, ജാനവി എന്ന് പറഞ്ഞാൽ ഗംഗ എന്നർത്ഥം, ഗംഗാതീരത്തിന് വളരെ വിദൂരമല്ലാത്തത് സമീപത്ത് തന്നെയുള്ള തമസാ നദീ തീരത്തിലേക്ക് വാൽമീകി തൻ്റെ മാധ്യാനക അനുഷ്ഠാനത്തിനു വേണ്ടിയിട്ട്, സന്ധ്യാവന്ദനത്തിനു വേണ്ടിയിട്ട് ശിഷ്യനോടൊത്ത് പോവുകയാണ്. സതു തീരം സമാസാദ്യ തമസായാമുനിസ്തദാ ശിഷ്യമാഹസ്ഥിതം പാർശ്വേ ദൃഷ്ട്വാ തീർത്ഥം അകർദമം. സതുതീരം സമാസാദ്യ, അങ്ങനെ ആ തമസാ നദീ തീരത്തിലേക്ക് നടന്നെത്തി. തമസായാമുനിസ്തതാ ശിഷ്യമാഹസ്ഥിതം പാർശ്വേ, പിന്നാലെ ആ ശിഷ്യൻ, ആരാ ശിഷ്യൻ എന്ന് വെച്ചാൽ ഭരദ്വാജൻ, പിന്നാലെ തന്നെ നടന്നു വരണു. ദൃഷ്ട്വാ തീർത്ഥം അകർദ്ധമം, നല്ല പുണ്യപാവനമായിട്ടുള്ള ആ തമസാ നദിയെ കണ്ടു. നോക്കൂ, ഒരു
തീർത്ഥത്തിനെ കാണുമ്പോൾ, ഒരു പുഴയെ കാണുമ്പോൾ ഉള്ളിൽ ആ നിർമ്മലത വരുന്നു. മഹർഷിക്ക് ഒരു പുഴയുടെ ഒഴുക്കും ആ ചലനവും ഒക്കെ കാണുമ്പോൾ ഉള്ളിൽ ആ സമാധി സ്ഥിതി വരണം. ആ ഗംഗയെ കാണുമ്പോൾ, ആ തീർത്ഥത്തിനെ കാണുമ്പോൾ, യോ രുദ്രോ അഗ്നവ്യോ അപ്സുയവോഷധീഷു യോ രുദ്രോ വിശ്വ വിവേശ തസ്മൈ രുദ്രായ നമോ അസ്തു. പല രൂപത്തിൽ പ്രകൃതിയായിട്ടും പഞ്ചഭൂതങ്ങളായിട്ടും ഒക്കെയും ഇരിക്കുന്നത് ആ പരമേശ്വരൻ തന്നെയാണ്, ആ മംഗളസ്വരൂപി തന്നെയാണ്. അതിനെ കണ്ടാൽ തന്നെ നമുക്ക് ഉള്ളില് ആ ആനന്ദം വരണം, ആത്മാനുഭവം വരണം, ഒരു നിർമ്മലമാകണം. പിന്നില് ആ മഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള ഭരദ്വാജന്റെ അടുത്ത് മഹർഷി ഇപ്രകാരം പറയാണ്: അകർദമമിതം തീർത്ഥം ഭരദ്വാജ നിശാമയാ രമണീയം പ്രസന്നാംഭൂ സന്മനുഷ്യമനോ യഥാ. അകർദമമിതം തീർത്ഥം, വളരെ പരിശുദ്ധമായ ഈ തീർത്ഥത്തെ നോക്കൂ. ഭരദ്വാജ നിശാമയ, ഭരദ്വാജന് കാണിച്ചു കൊടുക്കുകയാണ് എന്ത് നല്ല പരിമളമായ തീർത്ഥം. ഇതിനെ നോക്കിക്കൊണ്ടിരുന്നാൽ എന്ത് നല്ല രമണീയം. രമണീയം എന്താ? രമണീയം എന്ന് പറഞ്ഞാൽ നല്ല പ്രസന്നമായിട്ടിരിക്കുന്നത്, ശുദ്ധമായിട്ടിരിക്കുന്നത്, പരിപൂർണമായിട്ടിരിക്കുന്നത്. രമണം എന്ന വാക്കിന് അർത്ഥം ആത്മാന്ന് തന്നെ അർത്ഥം. ഭാഗവതത്തില് സന്തം സമീപേ രമണം രതിപ്രതം, പിങ്കള പാടാണ്. രമണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ നാമമാണ്. ആ ഭഗവാന്റെ തന്നെ ഗുണങ്ങളെല്ലാം വിശേഷപ്പെട്ടുണ്ടായതുകൊണ്ടാണ് രമണ മഹർഷിയെ കാവ്യകണ്ഠ ഗണപതി മുനി രമണ മഹർഷി എന്ന് പേര് വിളിച്ചത്, രമണൻ എന്ന് പേര് വിളിച്ചത്. എന്ന് വെച്ചാൽ പ്രസന്നമായിരിക്കണു. രമണം എന്ന വാക്കിന് പുതുമ എന്ന് തന്നെ അർത്ഥം. എത്ര നോക്കിയാലും പുതുമ പോലെ ഇരിക്കണം. ഒരു ഗംഗാതീരത്തെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ, ഒരു പുഴയെ നോക്കിക്കൊണ്ടിരുന്നാൽ അത് ഡെയിലി ഒരേ തീരം, ഒരേ വാട്ടർ, പക്ഷെ അത് കാണ 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 ഉള്ളിൽ നിർമ്മലമാവണം, നല്ല ശുദ്ധമാവണം അല്ലേ? രമണീയം പ്രസന്നാംഭൂ, നല്ല പ്രസന്നമായിരിക്കണം തീർത്ഥം. സന്മനുഷ്യമനോയഥാ, അവിടെ സത്മനുഷ്യന്മാരുടെ മനസ്സുപോലെ ഇരിക്കണമെന്ന് ശിഷ്യനോട് പറയാണ്. സത് മനസ്സുകൾ, സാത്വികമായിട്ടുള്ള ഗുണമുള്ളവര് ഈ പ്രസന്നാമ്പു പോലെ ഇരിക്കണം, നല്ല നിർമ്മലമായിട്ട് ശുദ്ധമായിട്ട് പരിശുദ്ധമായിട്ട് ഇരിക്കണം എന്ന് തൻ്റെ ശിഷ്യനെ കാണിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധമായിരിക്കുന്നിടത്ത് ഒരു ചെറിയ ചെളി വീണാൽ മതി അല്ലേ? നല്ല പ്രസന്നമായിട്ടിരിക്കുന്നിടത്ത്, നല്ല സാത്വിക ഗുണമുള്ളിടത്ത് ഒരു തമോ ഗുണ സമ്പർക്കം വന്നാൽ തന്നെ അവരുടെ ഗുണം വിൽ ക്യാച്ചസ്. ആ ഗുണം നമുക്ക് അഫക്റ്റ് ചെയ്യും അല്ലേ? തമോ ഗുണപ്രധാനമായിട്ട്. അതുകൊണ്ട് സാത്വികന്മാര് വളരെയധികം സൂക്ഷ്മമായിട്ട് ചിന്തിക്കണവരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സത്സംഗത്തിന് വിട്ടുപോകാതിരിക്കുക, ദുസ്സംഗത്തിൽ പെട്ടുപോകാതിരിക്കുക. ഈ രണ്ട് പ്രാർത്ഥന എപ്പോഴും വേണം. ഒരിക്കലും നമ്മൾ സത്സംഗത്തിന് വിട്ടുപോകാൻ പാടില്ല. ദുസ്സംഗത്തിൽ നിന്നും നമ്മൾ എപ്പോഴും ഒരു ലിമിറ്റഡ് ആയിട്ട് ഒരു അകന്ന് നിൽക്കണം. നമ്മൾ ഒരു ലിമിറ്റിൻ്റെ അധികം നമ്മൾ അടുത്തേക്ക് പോകാൻ പാടില്ല. പോയാൽ അത് നമ്മളെ ബാധിക്കും. അപ്പോൾ സന്മനുഷ്യമനോ യഥ, സത്മനുഷ്യന്മാരുടെ മനസ്സെങ്ങനെയാണോ അതുപോലെ പ്രസന്നമായിട്ടൊരിക്കണു ഈ തീർത്ഥം. അതുകൊണ്ട് എൻ്റെ കലശം ഇതാ വച്ചിട്ട് വത്കലം ഇങ്ങോട്ട് തരൂ, ആ വത്കലം ഇങ്ങോട്ട് തരൂ. ആ വത്കലം എടുത്തിട്ട് ഞാൻ ഈ തമസാ തീരത്തിൽ പോയി ഒന്ന് മുങ്ങി വരട്ടെ, ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. നസ്യതാം കലശസ്താത ദീയതാം വത്കലം മമ ദം ഏവാവഗാഹിഷ്യേ തമസാ തീർത്ഥമുത്തമം. ഈ ഉത്തമമായ തമസാ തീരത്തില്, ഈ തമസാ തീർത്ഥത്തില് ഞാനൊന്ന് മുങ്ങിക്കുളിച്ച് വരാം. എൻ്റെ മാധ്യാന്യ സന്ധ്യാവന്ദനാദി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാൻ മുങ്ങിക്കുളിക്കാൻ പോവാണ്. അവിടെ മുങ്ങി നിന്നുകൊണ്ട് തന്നെ വാത്മീകി ആ കാനനത്തിനെ മുഴുവൻ നോക്കിക്കാണുകയാണ്. എന്ത് പ്രസന്നമായിട്ടിരിക്കണു, ശാന്തമായിട്ടിരിക്കണു. ആരണ്യം എന്ന് വെച്ചാൽ രണമില്ലാത്തത്. രണം എന്താ?
യുദ്ധമില്ലാത്തത്, വളരെ പരിശുദ്ധമായിട്ടുള്ളത്. ശാന്ത വിദ്വാംസോ ഭൈക്ഷചര്യാം ചരന്തഃ ഉപവസന്തി അരണ്യേ. ഭിക്ഷയെടുത്തുകൊണ്ട് ശാന്തനായിട്ട് പ്രശാന്തനായിട്ട് ഉപവസന്തി അരണ്യേ, ഈ രണമല്ലാത്തടുത്ത്, യുദ്ധമില്ലാത്തടുത്ത്, ഈ അരണ്യത്തിൽ, ആ പ്രസന്നമായ കാടിനെ നോക്കിക്കാണാണ്. ഏവമുക്ത്വാ ഭരദ്വാജഃ വാത്മീകേന മഹാത്മനഃ പ്രായച്ഛത മുനേ തസ്യ വൽക്കലം നിയതോ ഗുരോഃ. ഏവമുക്ത്വാ ഭരദ്വാജ വാത്മീകേന മഹാത്മനഃ. അങ്ങനെ വാത്മീകിയുടെ വചനം കേട്ടിട്ട് ഗുരുവിന് ആ വൽക്കലം കൊടുക്കുകയാണ്. ശ്രദ്ധാപൂർവം ആ വത്കലത്തെ അങ്ങോട്ട് കൊടുത്തു. ഗുരു പറയണതിനെയും ആ ഗുരുവിൻ്റെ അനുഭൂതി രസത്തെയൊക്കെ ആ ശിഷ്യൻ ഭരദ്വാജൻ നോക്കിക്കാണാണ്. സശിഷ്യഹസ്താദായ വൽക്കലം നിയതേന്ദ്രിയഃ വിചചാരഃ പശ്യസ്തത് സർവതോ വിപുലം വനം. ആ സർവ വിപുലമായിരിക്കണ വനത്തിനെ നോക്കിക്കാണാണ്. ആ ശിഷ്യന്റെ ഹസ്തത്തിൽ നിന്നും ആ വത്കലം അങ്ങോട്ട് വാങ്ങിച്ചു. ആ പ്രസന്നമായിരിക്കണ കാടിനെ നോക്കി ഇരിക്കണു. സ്യാഭ്യാസേതുമിഥുനം ചരന്തം അനപായിനം ദദർശ ഭഗവാംസ്തത്ര ക്രൗഞ്ചയോശ്ചാരുണീഹി സ്വനം. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു മരത്തിന്റെ മുകളിൽ 2 ലവ് ബേർഡ്സ്, ക്രൗഞ്ചമിഥുനങ്ങൾ, ക്രൗഞ്ച പക്ഷികൾ മിഥുനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മിഥുനത്തിൽ എന്ന് പറഞ്ഞാൽ അവര് പരസ്പരം ഇണചേർന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി, വളരെയധികം പ്രസന്നമായിട്ടുള്ള ശബ്ദം, മധുരമായിട്ടുള്ള ശബ്ദത്തോടു കൂടി അങ്ങനെ ആ മിഥുനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 പക്ഷികളെ കണ്ടു. ആ പക്ഷികളെ കണ്ട് അവരുടെ ആ അനുഭൂതി ഉള്ളില്, ആ വാൽമീകിയുടെ ഉള്ളില് പ്രസന്നമായിട്ടിരുന്നു. ആനന്ദമുള്ളിൽ ഏർപ്പെട്ടു. ആ കിളികളെ കണ്ടപ്പോൾ ഒരു ജ്ഞാനി എന്ത് ചെയ്യണു? സർവാത്മഭാവം. ഒരു കിളിയെ കണ്ടാൽ ജ്ഞാനി കിളിയായിട്ട് മാറണം. ഒരു വൃക്ഷത്തിനെ കണ്ടാൽ ജ്ഞാനി വൃക്ഷമായിട്ട് മാറണം. ഉപനിഷത്തിൽ ഒരു കഥ തന്നെ ഉണ്ട്, സത്യകാമന്റെ കഥ. ആ സത്യകാമൻ വളരെ പക്വി, ചെറിയ വയസ്സിൽ തന്നെ പക്വിയായിരിക്കണം. തൻ്റെ ഗോത്രമോ സൂത്രമോ ഒന്നും അറിയില്ല. ഞാൻ സത്യകാമനാണ്, എനിക്ക് പരമോന്നതമായ ബ്രഹ്മവിദ്യ വേണം എന്ന് പറഞ്ഞപ്പോഴേ ഗുരു എന്ത് ചെയ്തു? ആ പാഠശാലയിൽ ചേർക്കാതെ കുറച്ച് പശുക്കളെ കൊടുത്തിട്ട് കാട്ടിൽ കൊണ്ടുപോയി ഈ പശുക്കളെയൊക്കെ പരിപാലിച്ചോളൂ. എപ്പോൾ ഈ പശുക്കൾ 1000 പശുക്കളാവണോ അപ്പോഴേ നിനക്ക് ഉപദേശം. പക്വിയായൊരു ജീവന് ഗുരുവിൻ്റെ സാന്നിധ്യം കൂടെ വേണ്ട, ഒരു വചനത്തിൽ തന്നെ പൂർണ്ണമാവും. അങ്ങനെ ഗുരു പറഞ്ഞതിനെയും വിശ്വസിച്ചുകൊണ്ട് ഈ പശുവിനെയൊക്കെ മേയിച്ചു. നോക്കൂ, എൻറ്റയർലി ഡിഫറെന്റ്. ബ്രഹ്മവിദ്യയെ ചോദിച്ചപ്പോൾ പശുവിനെ മേയ്ക്കാൻ പറഞ്ഞു അത്ര അല്ലേ. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷയോടുകൂടിയാണ് ഗുരുവിൻ്റെ അടുത്ത് പോണത്. പലരും അല്ലേ, പലരും ഒരു മിഥ്യാധാരണയോടുകൂടിയാണ് ഗുരുവിൻ്റെ അടുത്ത് പോണത്. ഗുരു എന്തെങ്കിലുമൊക്കെ ഉപദേശിക്കുമ്പോൾ നമ്മൾ കരുതും, നമ്മുടെ ഉള്ളിലുള്ള ധാരണയും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഓ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് അല്ലേ. ഏതൊക്കെയോ സിനിമ കണ്ടിട്ടും ഏതൊക്കെയോ പുസ്തകം വായിച്ചിട്ടും ഇങ്ങനെ ആയിരിക്കണം ഗുരു എന്നെ ഉപദേശിക്കുന്നത് എന്ന് ഒരു മിഥ്യാധാരണയോടുകൂടി, ഒരു മുൻവിധിയോടുകൂടി നമ്മൾ പോകും. വേദാന്തത്തിൽ ഈ മുൻവിധി പാടില്ല. ഫസ്റ്റ് നമ്മൾ കളയേണ്ടത് ഈ മുൻവിധിയാണ്. ഇവരിങ്ങനെ ഇരിക്കും, ഇവരിങ്ങനെയാണ് ഉപദേശിക്കുന്നത്. ആൻസർ തൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ വെളിയിൽ തേടുന്നത്? ഞാൻ ഉദ്ദേശിച്ച ആൻസർ കിട്ടിയില്ല. ചിലർ പറയും, നീ ആ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് എന്തായി? ഞാൻ ഉദ്ദേശിച്ച അത്ര ഗുരു വന്നില്ല എന്ന് വെച്ചാൽ അയാളുടെ ഉദ്ദേശം അനുസരിച്ച് ഗുരു വരണം എന്ന അർത്ഥം അല്ലേ. അയാൾ എന്തോ മനസ്സിൽ കണ്ടിരിക്കണു, ഇതുപോലെ ഗുരു പറഞ്ഞാൽ ഐ എം സാറ്റിസ്ഫൈഡ്. അതിനൊരു ഗുരുവിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇവിടെ ആ ഗുരു പറയാണ്, നീ പശുക്കളെ കൊണ്ട് മേച്ചോളൂ, 1000 പശുക്കളാവുമ്പോൾ നിനക്ക് ഉപദേശം. അങ്ങനെ ഈ പശുക്കളൊക്കെ മേച്ച് നടന്ന് ഒരു നാളേക്ക് ഒരു പശു ഈ സത്യകാമനെ തൻ്റെ പേര് വിളിച്ചു. പശുവിൻ്റെ സ്വഭാവം എന്താ? പശുവിൻ്റെ അല്ലേ, പശു എന്ത് വിളിക്കും? എന്ന് വിളിക്കും അല്ലേ. അതേ പശു
പേര് വിളിച്ചു അത്രേ, സത്യകാമ എന്ന് വിളിച്ചു. ഈ സത്യകാമനോ എന്തോ എന്ന് വിളി കേട്ടു അത്രേ. എന്നിട്ട് പറഞ്ഞു, നമ്മൾ 1000 പേരായി എന്നൊരു പശു പറഞ്ഞു കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ പശുവിന്റെ ഭാഷ മനസ്സിലായി എന്നർത്ഥം. എന്ന് വെച്ചാൽ സർവാത്മഭാവം. ഇപ്പൊ ഋഷികൾക്കെല്ലാം ആ സർവാത്മഭാവമുണ്ട്. ഇപ്പൊ കുരങ്ങന്മാരുടെ അടുത്തൊക്കെ രമണ മഹർഷി ഉപദേശിക്കും അത്ര. തൊട്ടടുത്ത് ഒരു കുരങ്ങൻ വന്ന് മഹർഷിയുടെ കണ്ണിലെ ദൃഷ്ടിയിൽ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നിശ്ചലമായിട്ടിരുന്നു മഹർഷിയും ആ കുരങ്ങനും. കുറച്ചു നേരം ഇരുന്നിട്ട് ഒരു പഴത്തിലേക്ക് കൈവയ്ക്കാൻ പോയതും മഹർഷി ചോദിച്ചു, അപ്പടിയേ ഇരിക്ക വേണ്ടിയതാനേ, അങ്ങനെ ഇരിക്ക വേണ്ടിയതാനേ, അങ്ങനെ ഇരിക്കേണ്ടതല്ലേ, എന്തോ ഉലകത്തെ പിടിക്ക പറയും ചോദിച്ചു. ഏത് ഉലകത്തിനെയാണ് പിടിക്കാൻ പോണത്? ഏത് രാജ്യത്തെ പിടിച്ച് നീ റൂൾ ചെയ്യാൻ പോവുകയാണെന്ന് ചോദിച്ചു. സർവാത്മഭാവമാണ് പശുവിൻ്റെ അടുത്ത്, മയിലിൻ്റെ അടുത്ത്, പലരുടെ അടുത്തും ആ ഭാവം നമുക്ക് കാണാൻ പറ്റും. ഇത് ജ്ഞാനികളുടെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് അവരുടെ ഭാഷ മനസ്സിലാവും, അവരുടെ ആനന്ദം മനസ്സിലാവും, അവരുടെ ഒക്കെ ആ അനുഭൂതി രസമൊക്കെ മനസ്സിലാവും. അങ്ങനെ ഈ വാൽമീകി മഹർഷി കാനനത്തെയൊക്കെ നോക്കുമ്പോൾ 2 ലവ് ബേർഡ്സിനെ കണ്ടു. അതിനെ കണ്ട് പ്രസന്നമായിട്ട് ആനന്ദമുള്ളിൽ കുതിച്ചുയരണു. എങ്ങനെ ആ പക്ഷികൾക്ക് മൈഥുനത്തിന്റെ ഇടയിലും ആനന്ദം വരണു, അതേപോലെ ആനന്ദം കുതിച്ചുയർന്നു. തസ്മാത്തു മിഥുനാദേകം പുമാസം പാപനിശ്ചയഃ ജഘാന വൈരനിലയോ നിഷാദസ്തസ്യ പശ്യതഃ. അങ്ങനെ നോക്കി നിർമ്മലമായിട്ടിരുന്ന സമയത്ത് ഒരു നിഷാദൻ അതില് ആ മൈഥുനത്തിൽ ഏർപ്പെട്ടിരുന്ന ആൺപക്ഷിയുടെ നേരെ അമ്പ് വിട്ടുവത്രേ. അമ്പ് കൊണ്ട് ആൺപക്ഷി തറയിൽ വീണ് പെടഞ്ഞു മരിക്കുകയാണ്. നോക്കൂ, വളരെയധികം പ്രസന്നമായിട്ടിരുന്നു, ആർക്കും ദ്രോഹം ചെയ്യാതിരുന്നു. ഒരു നിഷാദൻ, ഒരു വേട്ടക്കാരൻ വന്നിട്ട് അതിൽ ഒരു പക്ഷിയെ വേട്ടയാടി. ഉള്ളില് ആ പക്ഷി എന്തുമാത്രം വേദന അനുഭവിക്കും, ആ വേദനയല്ല ഈ മുനി അനുഭവിക്കുകയാണ്. മാണിക്യവാചക സ്വാമി കുയിൽ പത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പതികം എഴുതി. എന്താ പതികം? കുയിൽ പത്ത് എന്ന് പറഞ്ഞാൽ കുയിലായി മാറുക. തൻ്റെ മനസ്സിനെ ഒരു കുയിലായിട്ട് സങ്കല്പിച്ച് തൻ്റെ നിവേദനം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്. ഗീതമിനിയ കുയിലേ കേട്ടിയേ എങ്കൺ പെരുമാൻ പാതാളം ഏഴന് കാപ്പ. കുയിലേ പാതാളം ഏഴന് കാപ്പാൻ. ഭഗവാന്റെ ആ പാദം കണ്ടിട്ടുണ്ടോ കുയിലേന്ന് ചോദിച്ചു. തൻ്റെ മനസ്സിനെ കുയിലാക്കി മാറ്റിയിട്ട് ആ കുയിലിനെ തൻ്റെ ഭഗവാന്റെ പാദത്തിലേക്ക് വിടുന്നു, ഭക്തി ചെയ്യണു. അതുപോലെ ഇവിടെ ഈ പക്ഷിയെ കണ്ടപ്പോൾ ഈ പക്ഷിയായിട്ട് മാറി. അതില് ആ പെൺപക്ഷിയുടെ കരച്ചില്, രോധനം. തം ശോണിതപരീതാങ്കം ചേഷ്ടമാനം മഹീതലേ ഭാര്യാതു നിഹിതം ദൃഷ്ട്വാ രുരാവ കരുണാം ഗിരിം വിയുക്താ പതിനാ തേന ദ്വിജേന സഹചാരിണ താമ്രശീർഷേണ മത്തേന പത്രിണാ സഹിതേന വൈ. ചോര പുരണ്ട് കിടക്കണ ആൺകിളിയെ നോക്കിയിട്ട് ആ പെൺകിളി വളരെയധികം വിഷമിച്ച് ദുഃഖിച്ച് അലമുറയിട്ട് കരയാണ്. നഷ്ടമായതിൻ്റെ ഒരു വേർപാടിൻ്റെ രോധനം, ഒരു കരച്ചില്. ഇത് കണ്ട് ഈ മഹർഷിയുടെ ഉള്ളില് വല്ലാത്ത ഒരു വിഷമം വന്നു, വല്ലാത്തൊരു ശോകം വന്നു. ആ ശോകം എങ്ങനെ വന്നു? നമുക്കൊന്നും തോന്നണില്ല. ഒരു എറമ്പിനെ കൊല്ലുമ്പോഴും ഒരു കൊതുവിനെ കൊല്ലുമ്പോഴും വളരെയധികം നിസ്സാരമായിട്ട് നമ്മൾ അല്ലേ വീട്ടിലൊക്കെ പോയാൽ ഒരു ഷട്ടിൽ ബാറ്റ് വെച്ചിരിക്കും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ. എന്ന് വെച്ചാൽ വൈകുന്നേരം ആവുമ്പോൾ ബാഡ്മിൻ്റൺ തുടങ്ങും. ആരുമായിട്ടാണ് ഈ കൊതുവിനെ ടക്ക് ടക്ക് എന്ന് കൊല്ലാൻ വേണ്ടി അല്ലേ. കൊതുക് തിരിവയ്ക്കും,
അടിച്ചു കൊല്ലണം, വളരെയധികം നിസ്സാരം. അതിൻ്റെ ഉള്ളിലും ഒരു ജീവനുണ്ട്. അതും ഒരുപാട് ബന്ധുജനങ്ങളോട് കൂടി ഇരിക്കണം, ഒന്നും നമ്മൾ അറിയണില്ല അല്ലേ. നമുക്ക് ആ സൂക്ഷ്മത്തെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥതയിൽ പക്ഷിയെ കൊന്നു തിന്നണു, മൃഗങ്ങളെ കൊന്നു തിന്നണു, എന്തൊക്കെയോ തിന്നണു. പശുവിനോടൊരു ആരാധനയില്ല. ഈ പശുക്കളൊക്കെ ആരാധിക്കണമെന്ന് നമ്മളെ പൂർവികർ പറഞ്ഞു തന്നിരിക്കണു. എന്തിനാന്ന് വെച്ചാൽ ഇതിനെ നാളെ കൊല്ലും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇതിനെ കൊല്ലാതിരിക്കല്, അതിനെ ആരാധിക്കലാണ് നല്ലത് അല്ലേ. അതിൽ നമ്മൾ ഈശ്വരത കണ്ടാൽ നമ്മൾ ആരാധിക്കും. എന്നെ പോലെ തൻ്റെ സഹജീവികളെ കണ്ടാൽ നമുക്ക് ആരാധന വരും. അവരുടെ വിഷമത്തിൽ നമുക്ക് വിഷമം വരും അല്ലേ. ഇവിടെ മഹർഷിക്ക് അത് വന്നു. എന്താ കാരണം? ധർമ്മത്തിൻ്റെ പാതയിലാണ് മഹർഷി. ആ ധർമ്മത്തിൻ്റെ പാതയിലിരിക്കുന്ന മഹർഷിക്ക് ഒരു ക്രൗഞ്ച മിഥുനത്തിൽ വന്ന വേർപാട്, ഒരു നിഷാദനാൽ കൊല്ലപ്പെട്ട ഒരു കിളിയെ കണ്ടപ്പോൾ ആ പെൺകിളി എങ്ങനെ കരയണോ അതുപോലെ ആ മഹർഷിയുടെ ഉള്ളു തുടിക്കാണ്. തഥാവിധം ദ്വിജം ദൃഷ്ട്വാ നിശാതേന നിപാതിതം ദൃശേർധർമാത്മനസ്തസ്യ കാരുണ്യം സമപദ്യത. ആ നിഷാദൻ അമ്പു ചെയ്തു വീഴ്ത്തിയതായിട്ടുള്ള വേട്ടയാടിയ ആ പക്ഷിയെ കണ്ടിട്ട് ധർമാത്മാവായ ഉള്ളില് ആ ധർമ്മം ഉള്ളതുകൊണ്ട് ഉള്ളില് ആ ഋഷിയുടെ ഉള്ളില് കാരുണ്യം വന്നു പോയി, കരുണ വന്നു പോയി. ആ ഋഷി വളരെയധികം സങ്കടവത്തായി, സങ്കടാകുലനായി, വിഷമാകുലനായി, ശോകമുള്ളിൽ വന്നു. കാരണം തന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുളിനെ കാണണില്ല. അതൊരു സംസ്കാരം. തന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതെല്ലാം താനെന്നുള്ളൊരു ഭാവം. യാ ബ്രഹ്മാതി പിപീലികാന്ത തനുഷുഹു പ്രോതാ ജഗത് സാക്ഷിണി. എല്ലാവരുടെ ഉള്ളിലും തൻ്റെ ഉള്ളിലുള്ള അതേ സംവിത്താണ് എന്നുള്ള ഭാവം. കരുണ വരണം. രമണാശ്രമത്തില് ഒരു കുരങ്ങൻ ഉള്ളിൽ കയറി പഴവർഗ്ഗങ്ങളൊക്കെ വച്ചിരിക്കണതിനെ എടുക്കാൻ പോയതും അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഈ കുരങ്ങനെ പോ എന്ന് പറഞ്ഞ് ഓട്ടിച്ചു, അടിക്കാൻ നോക്കണു. ഇത് കണ്ടപ്പോൾ മഹർഷിയുടെ കണ്ണിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വരണു. ഇവര് ചോദിച്ചു, എന്താ ഭഗവാനെ ഇങ്ങനെ കരയണത് ചോദിച്ചപ്പോ, നീങ്ങെല്ലാം സന്യാസി വേഷം കെട്ടിയിരിക്കാം, ആശ്രമ ജീവിതം നിങ്ങളെല്ലാം ആശ്രമ ജീവിതം നയിക്കണു, സന്യാസ വേഷം ഇട്ടിരിക്കണു. ഒരു മൃഗം, ഒരു കുരങ്ങൻ ഒരു ഭക്ഷണ പദാർത്ഥം എടുത്ത് അതിൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈവച്ചപ്പോൾ നിങ്ങൾ ഓട്ടിക്കണോ അല്ലേ? അവരാണ് യഥാർത്ഥ സന്യാസി എന്ന് വെച്ചാൽ നാളത്തേക്ക് ഒന്നും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല, എന്ത് കിട്ടിയാലും അത് സ്വീകരിക്കണം. ആ യഥാർത്ഥ സന്യാസിമാരെ ഓട്ടിച്ചിട്ട് നിങ്ങൾ സന്യാസ വേഷം കെട്ടിയിട്ട് നാളത്തേക്ക് കൂട്ടി വെക്കണം. ഇത് കണ്ടതും ഇവരൊക്കെ ഉണ്ടല്ലോ തിരിച്ച് ഈ കുരങ്ങനെ ബാബാ ബാബാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു, എന്തൊക്കെയോ ചേഷ്ടയൊക്കെ കാണിച്ച് വിളിച്ചു. ഈ കുരങ്ങൻ വന്നിട്ട് ധാരാളം ഫലവർഗ്ഗങ്ങൾ ഇരിക്കണതിൽ നിന്ന് ഒരേ ഒരു പഴത്തെ എടുത്തിട്ട് പോയി അത്രയും. അപ്പോൾ മഹർഷി പറഞ്ഞു, அந்த കുരങ്ങ് ഉങ്ക മേലെ എല്ലാം കരിയെ പുരട്ടിയിട്ട് പോറേ. ആ കുരങ്ങുണ്ടല്ലോ നിങ്ങളെ നേരെ എല്ലാം കരി വാരി തേച്ചിട്ട് പോവുകയാണ്. കാരണം അതിന് തത്കാലം ആവശ്യമുള്ള ഒരേ ഒരു പഴത്തിനെ എടുത്തു, നിങ്ങൾ എത്രയോ പഴത്തെ കൂട്ടി വയ്ക്കാൻ നോക്കണം. കാരുണ്യം അല്ലേ, കരുണ. അത് തന്നെ പോലെ ഇരിക്കുന്ന തൻ്റെ സഹജീവികളോട് മാത്രമല്ല എല്ലാവരോടും. അഭയം സർവഭൂതേഭ്യ, സർവഭൂതങ്ങളിലും ഒരു അഭയത്തെ കൊടുക്കണം, ഭയമില്ലാതാവണം. അവരെല്ലാം ഭയന്നിട്ടിരിക്കുകയാണ്. കോഴി ഭയന്നിരിക്കണു, ആട് ഭയന്നിരിക്കണു. കാരണം എന്താ? എപ്പോഴാ ഇത് ഷാപ്പിടാൻ പോണെന്ന് അറിയാൻ പറ്റില്ല അല്ലേ. ഒരു കല്യാണം വരുമ്പോൾ അത് ഭയക്കണു, ഒരു പാല് കാച്ചു വരുമ്പോൾ അത് ഭയക്കണു. എന്താ കാരണം? എപ്പോഴാണ് ഈ മനുഷ്യൻ നമ്മളെ കൂട്ടക്കുരുതി ചെയ്യണതെന്ന് പറയാൻ പറ്റില്ല. ആ കരുണ വരണില്ല. മഹർഷിമാർക്കെല്ലാം, ധർമാത്മാക്കൾക്കെല്ലാം ആ കരുണ ഉള്ളിൽ പ്രസരിക്കണം. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല
அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலா.